ആ കൊട്ടേഷൻ സംഘമാണോ കൊടുങ്ങല്ലൂർ അമ്മ? നമ്മുടെ കുഞ്ഞുങ്ങളെ നിങ്ങൾ ക്ഷേത്രങ്ങളിലേക്ക് കൊണ്ടുവരണം. നമ്മുടെ കുഞ്ഞുങ്ങളിൽ ഭക്തി ഒരു ലഹരിയാക്കണം. അവർക്ക് തെറ്റായ കാര്യങ്ങൾ ചെയ്യേണ്ടി വരുന്ന സന്ദർഭങ്ങൾ ഉണ്ടായാൽ അത്യാവശ്യം ഒരു കുറ്റബോധമെങ്കിലും അവർക്ക് തോന്നും. നിങ്ങൾക്കറിയാമല്ലോ, ഇന്ന് ലഹരിയുടെ ഉപയോഗം നമ്മുടെ ചെറുപ്പക്കാർ, കുഞ്ഞുങ്ങളുടെ ഇടയിൽ, ടീനേജേഴ്സിന്റെ ഇടയിൽ വളരെ വ്യാപകമായി കൂടിയിട്ടുണ്ട്. പല അമ്മമാർക്കും അതറിയാം. പല അമ്മമാരും അതെന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഒരുപാട് കാലം മുമ്പ് മുതൽ ഇത്തരത്തിലുള്ള ലഹരി ഉപയോഗം കുഞ്ഞുങ്ങളിൽ കൂടുന്നുവെന്നും മാതാപിതാക്കളെ അവരെ ഗുരുതരമായി ആക്രമിക്കുന്നുണ്ടെന്നും പറഞ്ഞ ആളാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെ നിങ്ങൾ ക്ഷേത്രങ്ങളിലേക്ക് കൊണ്ടുവരണം. നമ്മുടെ കുഞ്ഞുങ്ങളിൽ ഭക്തി ഒരു ലഹരിയാക്കണം. അഡിക്റ്റ് ആക്കരുത്, അന്ധവിശ്വാസികളാക്കരുത്. പക്ഷെ അവരിലൊരു ലഹരി ഭക്തി മൂലം ഉണ്ടാക്കണം. അവർക്ക് തെറ്റായ കാര്യങ്ങൾ ചെയ്യേണ്ടി വരുന്ന സന്ദർഭങ്ങൾ ഉണ്ടായാൽ അത്യാവശ്യം ഒരു കുറ്റബോധമെങ്കിലും അവർക്ക് തോന്നും. അത് തോന്നുന്നത് ഈശ്വര വിശ്വാസികൾക്ക് തോന്നുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ ഈശ്വരന്റെ പേരിൽ കള്ളത്തരം നടത്താൻ ഭക്തയാണെന്ന് കാണിക്കുന്നവർക്ക് ഒരു പക്ഷേ അത് തോന്നില്ല. പക്ഷേ നല്ല വിശ്വാസികളായിട്ടുള്ള ആളുകൾക്ക് മറ്റൊരാളെ വേദനിപ്പിക്കുന്നതോ അല്ലെങ്കിൽ നമ്മളൊരു മോശം സാഹചര്യത്തിലേക്ക് പോകുന്നതോ അവർക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. കാരണം ദൈവത്തിന്റെ സന്നിധിയിൽ അതിന് മറുപടി കൊടുക്കേണ്ടി വരുമോ എന്നൊരു തോന്നലുണ്ടാകും. അതുകൊണ്ട് നിങ്ങൾ കുഞ്ഞുങ്ങളെ വീടുകളിൽ ഇരുത്താതെ ക്ഷേത്രങ്ങളിലേക്ക് കൊണ്ടുവരണം. ക്ഷേത്ര ആരാധനകൾ പഠിപ്പിക്കണം. നമ്മുടെ ആചാരങ്ങളെ പറ്റി പറയുന്ന കാര്യങ്ങൾ അവരെ കേൾപ്പിക്കണം. കറകളഞ്ഞ ഭക്തരായി മാറണം. ഇപ്പൊ അമ്പലത്തിലേക്ക് കയറുമ്പോൾ പുറത്ത് ചെരുപ്പ് വെച്ചിട്ട് ഈ ചെരുപ്പ് ആരെങ്കിലും അടിച്ചോണ്ട് പോകുമോ എന്ന് ചിന്തിച്ചുകൊണ്ട് നമ്മൾ അമ്പലത്തിൽ കയറി പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല. കാരണം നമ്മുടെ ചിന്ത മുഴുവൻ ചെരുപ്പിലേക്കായിരിക്കും. അങ്ങനെ പാടില്ല. ഒരു ദിവസം ശബരിമല, ഈ കഴിഞ്ഞ വൃശ്ചിക മാസത്തില് ഒരു ചെറുപ്പക്കാരൻ എന്നെ വിളിച്ചിട്ട് ചോദിച്ചതാണ്, ചേട്ടാ ശബരിമല ഇപ്പം മാലയിട്ടു. ഞാൻ പറഞ്ഞ നല്ല കാര്യമാണ്. അപ്പൊ ഞങ്ങൾ ശബരിമലയിൽ പോയിട്ട് തിരിച്ചു വന്ന് ഗണപതി അമ്പലത്തിൽ, പമ്പയിൽ ഗണപതി അമ്പലത്തിൽ വെച്ചിട്ട് മാല ഊരിയിട്ട് തിരിച്ച് ഹോട്ടലിൽ കയറി നോൺ വെജ് കഴിച്ചാൽ കുഴപ്പമുണ്ടോ? ഞാൻ പറഞ്ഞു, നീ പോണ്ട. കാരണം ശബരിമലയിൽ പോകാൻ വ്രതമനുഷ്ഠിക്കുന്നതിന് മുമ്പ് തന്നെ, വ്രതം തുടങ്ങിയപ്പോൾ തന്നെ തിരിച്ചു വരുമ്പോൾ എത്ര പെട്ടെന്ന് നോൺ വെജ് കഴിക്കാം എന്ന് ചിന്തിക്കുന്ന അവനിൽ എന്ത് ഭക്തിയാണ് ഉണ്ടാകുക? അവൻ എങ്ങനെയാണ് ആത്മാർത്ഥമായിട്ട് ഒരു വ്രതം എടുക്കാൻ കഴിയുക? ഇപ്പൊ നമ്മുടെ സഹോദര മതസ്ഥരായ ഇസ്ലാം മത വിശ്വാസികൾ വ്രതം എടുക്കുന്ന കാലമാണിപ്പോ. അവർ രാവിലെ മുതൽ വ്രതം എടുക്കുമ്പോൾ വൈകിട്ട് കിട്ടുന്ന മട്ടൻ ഫ്രൈയെ പറ്റിയും മട്ടൻ ബിരിയാണിയെ പറ്റിയും ഒക്കെ ഓർത്തുകൊണ്ട് വൈകിട്ട് എങ്ങനെ നോമ്പ് മുറിക്കാം എന്ന് ചിന്തിച്ചുകൊണ്ട് വ്രതമെടുത്താൽ ആ വ്രതത്തിന് പുണ്യമില്ല. അങ്ങനെ എടുക്കാൻ പാടില്ല. അതുപോലെ നമ്മളൊരു വിശ്വാസത്തില് ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ ആ ക്ഷേത്രത്തിലെ ചൈതന്യത്തെയും ആചാരത്തെയും മുറുകെ പിടിച്ചുകൊണ്ട് മനസ്സർപ്പിക്കണം. നമ്മുടെ പദ്യത്തിൽ പറയുന്നത് മനസ്സുകൊണ്ട്, മനഃകൃതം കൃതം രാമ ന ശരീരകൃതം കൃതം എന്നാണ്. മനസ്സുകൊണ്ട് ചെയ്യുന്നതിലാണ് പുണ്യം. അപ്പൊ പിള്ളേരൊക്കെ ഞങ്ങൾ വീട്ടിൽ ഇരുന്ന് പ്രാർത്ഥിക്കുമെന്ന് പറയുമ്പോൾ അവരോട് പറയണം, ക്ഷേത്രങ്ങളിലേക്ക് വരണം, അവരെ കൊണ്ടുവരണം, നമ്മുടെ ആചാരങ്ങൾ പഠിപ്പിക്കണം. നമ്മുടെ ഇവിടെ ആ പ്രഭാഷണം നടത്തുന്നവർ പറയുന്നത് കേൾക്കണം. അതുകൊണ്ട് ഇവിടെ ആരും ബസ്സിന് കല്ലെറിയാൻ പറഞ്ഞു കൊടുക്കില്ല. ഇവിടെ ആരും പോയി അക്രമം കാണിക്കാൻ പറയുന്നില്ല. ഇവിടെ ആരും പോയിട്ട് മറ്റൊരാളെ ഉപദ്രവിക്കാനും കൊല്ലാനും അടിച്ചു കൊല്ലാനും, കോളേജിൽ പോകുമ്പോൾ നിനക്ക് ആരെങ്കിലും പ്രതിയോഗി ഉണ്ടെങ്കിൽ അവനെ അടിച്ചു കൊല്ലാനും പറയുന്നില്ല. മറ്റൊരാളെ വെട്ടിക്കൊല്ലാൻ പഠിപ്പിക്കുന്നില്ല. നമ്മൾ പറയുന്നതൊക്കെ ആധ്യാത്മികമായ അറിവുകളാണ്. സഹജീവികളെ സ്നേഹിക്കണമെന്നാണ്. ജാതിക്കും മതത്തിനും വർഗത്തിനും വർഗീയത്തിനും രാഷ്ട്രീയത്തിനും അതീതമായി മനുഷ്യനെ മനുഷ്യനായി കണ്ടുകൊണ്ട് സഹജീവിയോട് കാരുണ്യം കാണിക്കാനാണ് ആധ്യാത്മിക പ്രഭാഷകരെല്ലാം പറഞ്ഞു കൊടുക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ നിർബന്ധമായി നിങ്ങൾ ക്ഷേത്രത്തിൽ കൊണ്ടുവരണം. കാരണം നാളെ അവർ മറ്റൊരു ലഹരിക്കടിമയായി സാമൂഹ്യ വിരുദ്ധരായി മാറിയാൽ അന്ന് അയ്യോ എനിക്ക് അമ്പലത്തിൽ കൊണ്ടുപോകാൻ പറ്റിയില്ല, അല്ലെങ്കിൽ അവരെ ഭക്തിയുടെ മാർഗത്തിൽ സഞ്ചരിപ്പിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറയുന്നതിൽ യാതൊരു വിധത്തിലുള്ള അർത്ഥവുമില്ല. അവർ നിങ്ങളോട് ചോദ്യങ്ങൾ ചോദിക്കും, പല ചോദ്യങ്ങളും ചോദിക്കും. ആ ചോദ്യങ്ങൾക്ക് മറുപടി പറയണമെങ്കിൽ നമ്മൾ ആ ചോദ്യത്തിന്റെ ഉത്തരം നമ്മൾ രക്ഷിതാക്കൾ പഠിച്ചിരിക്കണം. എത്ര പേർ പഠിക്കുന്നുണ്ടെന്ന് നമ്മൾ തന്നെ ഒന്ന് ചിന്തിക്കുക. മുമ്പൊരിക്കല് സിനിമാ നടൻ ദിലീപ് കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ പോയപ്പോൾ ആ വന്ന വാർത്തയുടെ താഴെ വന്ന കമന്റുകൾ, ആ കൊട്ടേഷൻ സംഘമാണോ കൊടുങ്ങല്ലൂർ അമ്മ? അവര് കൊട്ടേഷൻ എടുക്കുന്ന ആളാണോ? എന്തിനു പോയി എന്നൊക്കെയുള്ള രീതിയിൽ, ശത്രു സംഹാരാർച്ചന നടത്തുന്നതിന് പോയാന്നൊക്കെയുള്ള രീതിയിൽ പറഞ്ഞപ്പോൾ അങ്ങനെയുള്ള കമന്റുകൾ താഴെ വന്നു. അത് ചിലപ്പോൾ വേറെ മതസ്ഥരായിട്ടുള്ള ആളുകളുടെ പേരുകളിൽ ഉള്ള ഐഡികളിൽ നിന്ന് കമന്റ് വരുമ്പോൾ ഹൈന്ദവ വിശ്വാസികളായിട്ടുള്ള ആളുകൾ ആ കമന്റിന് താഴെ കയറിയിട്ട് അവരുടെ മതവിശ്വാസത്തെ ഇതിന് മറുപടി കൊടുക്കാൻ പറ്റുന്നില്ല. എന്താണ് ഈ ശത്രു സംഹാരം എന്നുള്ളതിന് മറുപടി കൊടുക്കാൻ വേണ്ടി പറ്റുന്നില്ല. അതാണ് ആ അറിയാത്തത് കൊണ്ടാണ് മറ്റൊരാളെ ആക്രമിച്ചെങ്കിലേ വിജയം കിട്ടൂ എന്ന് പറഞ്ഞാൽ. ഒരിക്കലും ഒരു കഥ വായിച്ചാണ്. ഒരു കമ്പനി
അതിൻ്റെ മാർക്കറ്റിംഗ് മാനേജർമാർക്ക് ഒരു ടാസ്ക് കൊടുത്തു, നിങ്ങൾക്കെല്ലാം പ്രൊമോഷനും ഇൻക്രിമെൻറ്റും തരാൻ പോവാണ്. അങ്ങനെ തരണമെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യണം, ഞാൻ നിങ്ങൾക്കെല്ലാം ഓരോ ബലൂണുകൾ നൽകും, എന്നിട്ട് 10 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ തിരിച്ചു വരുമ്പോൾ ആരുടെയൊക്കെ കയ്യിലാണോ പൊട്ടാത്ത ബലൂണുകൾ അവശേഷിക്കുന്നത് അവർക്ക് ഞാൻ പ്രൊമോഷനും ഇൻക്രിമെൻറ്റും തരും എന്നാ ഓണർ പറഞ്ഞിട്ട് അദ്ദേഹം പുറത്തേക്ക് പോയി. അപ്പോഴത്തേക്ക് അവിടെ ബഹളായി, അങ്ങോട്ടും ഇങ്ങോട്ടും ബലൂണുകൾ പൊട്ടിക്കാൻ തുടങ്ങി. പൊട്ടാത്ത ബലൂണുകളുള്ള ആളുകളുടെ ബലൂണുകൾ, പൊട്ടിയ ബലൂണുകൾ ഉള്ളവർ കൂട്ടത്തോടെ പൊട്ടിക്കാൻ തുടങ്ങി. 10 മിനിറ്റ് കഴിഞ്ഞ് ഈ ഓണർ തിരിച്ചു വരുമ്പോൾ ആരുടെയും കയ്യിൽ പൊട്ടാത്ത ബലൂണുകളില്ല. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അപ്പൊ ആർക്കും പ്രൊമോഷനോ ഇൻക്രിമെന്റോ ഇല്ലല്ലോ എന്ന് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം തുടർന്നു, ഞാൻ നിങ്ങളോട് പറഞ്ഞത്, ഞാൻ 10 മിനിറ്റ് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ആരുടെയൊക്കെ കയ്യിലാണോ പൊട്ടാത്ത ബലൂണുകൾ ഉള്ളത് അവർക്കാണ് ഞാൻ പ്രൊമോഷനും ഇൻക്രിമെന്റും തരുമെന്ന് പറഞ്ഞത്. മറ്റുള്ളവരുടെ ബലൂണുകൾ പൊട്ടിക്കാൻ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ എല്ലാവരുടെയും ബലൂണുകൾ സംരക്ഷിച്ചുകൊണ്ട് നിൽക്കാമായിരുന്നു. പക്ഷേ അങ്ങനെ നിന്നിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും പ്രൊമോഷനും ഇൻക്രിമെന്റും തരുമായിരുന്നു. പക്ഷെ നിങ്ങൾ ചെയ്തത് എന്താ? മറ്റൊരാളുടെ ബലൂൺ പൊട്ടിച്ചെങ്കിലേ എനിക്ക് വിജയമുണ്ടാകൂ എന്ന് കരുതി. തെറ്റാണത്. നമ്മൾക്ക് വിജയമുണ്ടാകാൻ നമ്മൾ നമ്മുടെ കാര്യങ്ങളാണ് പഠിക്കേണ്ടത്. മറ്റൊരാളുടെ ബലഹീനതകൾ പഠിച്ചു വെച്ചുകൊണ്ടിരുന്നാൽ നമ്മളുടെ നന്മകൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് കൊടുങ്ങല്ലൂർ അമ്മ കൊട്ടേഷൻ സംഘമാണോ എന്ന് ചോദിച്ചപ്പോൾ എന്താണ് ശത്രു സംഹാരം എന്ന് മറുപടി കൊടുക്കാൻ കഴിയാതിരുന്നത്. ഭഗവത്ഗീതയിൽ കൃത്യമായി പറയുന്നുണ്ട്, ഉത്തരേതാത്മനാത്മാനാം ആത്മാനമവ സാധയേത് ആത്മാ ഏവ ആത്മനാ ബന്ധു ആത്മാ ഏവ രിപുരാത്മന ആത്മാ ഏവ ആത്മനാ ബന്ധു. അത് നമ്മുടെ ഉള്ളിലാണ് നമ്മുടെ ബന്ധു. ആത്മാ ഏവ രിപുരാത്മന, അർജുന നമ്മുടെ ഉള്ളിലാണ് നമ്മുടെ ശത്രു. മറ്റൊരു സ്ഥലത്ത് കൂടി പറയുന്നുണ്ട്, ബന്ധുരാത്മാത്മനസ്തസ്യേ ഏനാത്മൈവാത്മനാജിത അനാത്മനസ്ത ശത്രുത്വേത് വർത്തേത് ആത്മ ഏവ ശത്രുവത്ത്. നമ്മുടെ മനസ്സാണ് നമ്മുടെ ശത്രുവായി വർത്തിക്കുന്നത്. ആരെങ്കിലും എന്തെങ്കിലും ചെയ്തു എന്നൊരു തോന്നൽ നമ്മുടെ മനസ്സിലുണ്ടായാൽ പിന്നീട് നമ്മൾ അതേപ്പറ്റി ചിന്തിച്ച് അതിലേക്ക് നമ്മൾ എത്തും. നമ്മൾ ചിലപ്പോൾ ചില ജ്യോതിഷികളുടെ അടുത്ത് പോകുമ്പോൾ അവർ പറയില്ലേ, ആരോ നിങ്ങൾക്ക് കൂടുപാത്രം ചെയ്തതാണ്, ആഭിചാരം ചെയ്തതാണ്, അതുകൊണ്ടാണ് മോളുടെ കല്യാണം നടക്കാത്തതെന്ന് പറയും. അപ്പോൾ നമ്മൾ ചോദിക്കുന്നത് ആരാണ് ചെയ്തത്? വലിയ വിഷമാവുമല്ലോ നമുക്ക്. അപ്പോൾ പറയും ഒരു സ്ത്രീയാണ് ചെയ്തത് എന്ന് പറയും. നിങ്ങളോട് പറയും, പുരുഷന്മാരുടെ പേരേ പറയത്തില്ല, ഒരു സ്ത്രീ ചെയ്തു എന്ന് പറയും. നിങ്ങളെല്ലാം പലരും കേട്ടിട്ടുണ്ടാവും, ആ അമ്മമാരൊക്കെ ചിരിക്കുന്നതുകൊണ്ട് കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഒരു സ്ത്രീയാണ് ചെയ്തത് എന്ന് പറയും. അപ്പോൾ നമ്മൾ ചോദിക്കുന്നത് ഏത് സ്ത്രീ? അതൊന്നും പറയാൻ പറ്റില്ല എന്ന് പറയും. ഒരു ചെന്താമര എല്ലാവരെയും കൊന്ന എന്തുകൊണ്ട്? മുടി നീട്ടി വളർത്തി ഏതോ സ്ത്രീ ചെയ്തു. ഇത് പറയാൻ സാധ്യതയുള്ള കാര്യമാണ്. ഉറപ്പായിട്ട് നിങ്ങൾ പറഞ്ഞ് ഇത് കേട്ടിട്ടുള്ള കാര്യമായിരിക്കും. അപ്പോൾ ഒരു സ്ത്രീയാണ് ചെയ്തത് എന്ന് പറയും. അപ്പോൾ നമ്മളിങ്ങനെ വീട്ടിൽ ഏത് സ്ത്രീയാണെന്ന് ചിന്തിച്ചുകൊണ്ട് വരും. ഏതെങ്കിലും ഒരു സ്ത്രീ, നമ്മുടെ ബന്ധത്തിലുള്ളവർ അന്ന് വിളിച്ച് മോടെ കല്യാണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ കൃത്യമായി അവരാണെന്ന് സ്കെച്ച് ചെയ്യും. പിന്നെ അവരെ നമ്മളിങ്ങനെ വാച്ച് ചെയ്താൽ, അവരുടെ മുൻകാര്യങ്ങളൊക്കെ എടുത്താൽ അവർക്ക് എന്തോ ഒരു കുശുമ്പോ അസൂയയോ നമ്മളോടുള്ളതുപോലെ നമുക്ക് തോന്നും. ഇതിൽ നമ്മൾ പോയി വീഴരുത്. അതാ ഞാൻ പറഞ്ഞത്, നമ്മുടെ ഉള്ളിലാണ് ശത്രു.